തൃണമൂൽ കോൺഗ്രസ് UDFന്റെ ഭാഗമാകുമോ? ആകുമെന്ന് PV അൻവർ റിപ്പോർട്ടറിനോട്. കോൺഗ്രസ് നേതാക്കളുമായുള്ള ചർച്ചയിൽ 100% പ്രതീക്ഷയുണ്ട് PV അൻവറിന്. UDFുമായി വിലപേശാൻ ഉദ്ദേശിക്കുന്നില്ല. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് മുൻപ് മുന്നണി പ്രവേശനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. നിലമ്പൂർ സ്ഥാനാർത്ഥി നിർണയം തന്റെ അഭിമാന പ്രശ്നമല്ല. M സ്വരാജിനെ മത്സരിപ്പിക്കാൻ എന്തുകൊണ്ടാണ് CPMന് ധൈര്യമില്ലാത്തതെന്നും PV അൻവർ ചോദിച്ചു. ഒന്ന് കേട്ടുവരാം. ചർച്ചയിൽ 100% പ്രതീക്ഷയുണ്ട്. UDFന്റെ ഭാഗമാകാൻ തന്നെയാണ് പോകുന്നത്. അതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ ചർച്ചകൾ തന്നെയാണ് നടന്നത്. നമ്മളൊരു വിലപേശൽ ചർച്ചയല്ല അവിടെ നടന്നത്. അങ്ങനെ ഒരു വിലപേശൽ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാനിതെല്ലാം ഇട്ടെറിഞ്ഞ് വന്നതാണ്. അത് എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് കേരളത്തിലെ ജനങ്ങൾക്കറിയാം. അവർ UDF ലീഡർഷിപ്പുമായി ചർച്ച ചെയ്തതിന് ശേഷം വീണ്ടും നമ്മളുമായി ഇരുന്നിട്ട് ഒരു ഫൈനൽ തീരുമാനമുണ്ടാക്കാം. UDFുമായി ഒരുമിച്ച് പ്രവർത്തിക്കാൻ താല്പര്യം അങ്ങോട്ടേക്ക് അറിയിക്കുകയായിരുന്നു തൃണമൂൽ കോൺഗ്രസ്. UDF മുന്നണിക്കൊപ്പം ഉണ്ടാകണമെന്ന് ആഗ്രഹം അറിയിക്കുകയായിരുന്നു. അതിനോടുള്ള ഒരു പ്രതികരണം എന്ന നിലയിലാണല്ലോ കോൺഗ്രസ് നേതൃത്വം ചർച്ചയ്ക്ക് തയ്യാറാകുന്നത്. അപ്പോൾ നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ തൃണമൂൽ കോൺഗ്രസ് എൻ്റെ ആവശ്യം ഒരുപക്ഷെ അംഗീകരിക്കുമെന്ന പ്രതീക്ഷയാണ്. അങ്ങനെ തന്നെ പ്രതീക്ഷിക്കുന്നു. കാരണം ഇത് തൃണമൂൽ കോൺഗ്രസിന് മാത്രം ആവശ്യമല്ല. ഈ പിണറായിസത്തെ അവസാനിപ്പിക്കുക എന്ന പൊളിറ്റിക്സിലൂടെയാണ് UDFന് നമുക്ക് കടന്നു വരാൻ പറ്റുന്നത്. പിണറായിസത്തിനെതിരെ UDF നിർത്തുന്ന ഏത് സ്ഥാനാർത്ഥിയായാലും, അടിവരയിട്ടാണ് പറയുന്നത്, ഏത് സ്ഥാനാർത്ഥിയായാലും ആ സ്ഥാനാർത്ഥിയെ മുന്നിൽ നിർത്തി ആ പോരാട്ടത്തിന് ജനങ്ങളോടൊപ്പം നിൽക്കുക എന്ന ഉത്തരവാദിത്തമാണ് ഞാൻ ഏറ്റെടുക്കാൻ പോകുന്നത്. ആ ഉത്തരവാദിത്തമായിട്ട് നമ്മൾ മുന്നോട്ട് പോകും. ഇവിടെ സ്ഥാനാർത്ഥികളില്ലാത്ത വിഷയം CPMനാണ്. അവിടെ ഒരു പാർട്ടിയുടെ സെക്രട്ടേറിയറ്റ് മെമ്പർ ഉണ്ടല്ലോ, സ്വരാജ്. എന്താ മത്സരിക്കാത്തത്? അവർ നെക്ക് ടു നെക്ക് ഫൈറ്റ് നടക്കേണ്ട ഈ തെരഞ്ഞെടുപ്പിൽ CPMന്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരുത്തൻ വന്നിട്ടല്ലേ നിൽക്കേണ്ടത്. ഈ പറഞ്ഞതുപോലെ തന്നെ സ്വരാജ് നിലമ്പൂർക്കാരനാണ്. എന്താ അവർക്ക് നിർത്താൻ ധൈര്യമില്ലാത്തത്? റോഷി പാൽ നമുക്കിപ്പം ചേരുന്നുണ്ട്. റോഷി, നിലവിൽ PV അൻവർ പറയുന്നതനുസരിച്ച് മുന്നണി പ്രവേശനം ഏറെക്കുറെ ഉറപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അത് എപ്പോഴുണ്ടാവും എന്ന കാര്യത്തിൽ മാത്രമേ ഉള്ളൂ ഒരു സംശയം. തെരഞ്ഞെടുപ്പിന് മുൻപ് PV അൻവർ തൃണമൂൽ കോൺഗ്രസ്സായി UDFിൽ പ്രവേശിക്കാനുള്ള സാധ്യതയാണോ തെളിയുന്നത്? റോഷി, ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് അരുൺകുമാർ. PV അൻവർ നയിക്കുന്ന തൃണമൂൽ കോൺഗ്രസിനെ UDFിൽ ഉൾപ്പെടുത്തുമെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. കാരണം കോൺഗ്രസ് ഹൈക്കമാൻഡ് പച്ചക്കൊടി കാണിച്ചതാണ്. പ്രത്യേകിച്ച് പ്രാദേശിക സഖ്യങ്ങൾക്ക് ദേശീയ നിലപാട് ബാധകമല്ല എന്ന വിലയിരുത്തൽ കോൺഗ്രസിനുണ്ട്. നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ PV അൻവറിൻ്റെ നിലപാട് നിർണായകമായ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് മുന്നണിയിലേക്ക് ഉൾപ്പെടുത്തുന്നതിനെക്കുറിച്ച് തിരക്കിട്ടുള്ള കൂടിയാലോചനകൾ പോലും നടന്നത്. എന്തായാലും ഇന്നലെ കോൺഗ്രസ് നേതാക്കളുമായുള്ള കൂടിയാലോചനയ്ക്ക് ശേഷം UDF നേതൃത്വവുമായി UDFിൻ്റെ ഘടകകക്ഷികളുമായുള്ള അഭിപ്രായം തേടി അതിനുശേഷം തീരുമാനം അറിയിക്കാമെന്നാണ് അറിയിച്ചത്. സ്വാഭാവികമായും ഉടൻ തന്നെ UDF യോഗം ചേരും. ആ യോഗത്തിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം ഉണ്ടാകേണ്ടത്. ഏതായാലും PV അൻവറിന് UDF പ്രവേശനം സംബന്ധിച്ച് ഏതാണ്ട് ഉറപ്പ് ലഭിച്ചു എന്ന സൂചനകൾ പുറത്തു വരുന്നുണ്ട്. കാരണം കോൺഗ്രസ് നേതാക്കൾ പൂർണ്ണ തൃപ്തരാണ്. PV അൻവർ ഉയർത്തിയ കാര്യങ്ങളൊക്കെ ഏതാണ്ട് ഗൗരവമുള്ളതാണെന്ന് പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് മുന്നണിയിൽ PV അൻവർ നയിക്കുന്ന തൃണമൂലിന് ഇടം നൽകാനുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത്. ഏതായാലും ചില കോണുകളിൽ നിന്നെങ്കിലും വ്യത്യസ്ത അഭിപ്രായങ്ങൾ ആദ്യഘട്ടത്തിൽ ഉയർന്നിരുന്നു. തൃണമൂൽ കോൺഗ്രസിനെ മുന്നണിയിൽ ഉൾപ്പെടുത്താതെ സഹകരിച്ചു പോയാൽ മതി എന്ന്. ഏതായാലും ഇന്നലത്തെ ചർച്ചയ്ക്ക് പിന്നാലെ കോൺഗ്രസ് തൃണമൂൽ കോൺഗ്രസുമായി സഹകരിച്ച് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. ഇനി മുന്നണി പ്രവേശനത്തിലുള്ള തീരുമാനമാണ് വരേണ്ടത്. റോഷിയാണ് വിവരങ്ങൾ നൽകിയത്. M സ്വരാജ് CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ്. എന്തുകൊണ്ട് സ്ഥാനാർത്ഥിയാക്കുന്നില്ല എന്നാണ് PV അൻവർ ചോദിക്കുന്നത്.